വാഗമരത്തണലിൽ. ആലപ്പുഴ തുമ്പോളി നാഷണൽ ഹൈവേക്ക് സമീപം ഒരു വാഗമരത്തണലിൻ്റെ കീഴിൽ ഒരു STD ബൂത്തും മൊബൈൽ റീചാർജിംഗ് സെൻ്ററും. അതിൻ്റെ ഉടമസ്ഥൻ ബാബു തിരക്കിലാണ്. കണ്ടാൽ സുമുഖൻ, ആരോഗ്യവാൻ. എന്നാൽ ബാബുവിൻ്റെ ജീവിതം വീൽ ചെയറിലാണെന്നറിയുമ്പോൾ നമ്മുടെ കണ്ണുകൾ ഈറനണിയും. SLC വരെ പഠിച്ചതിന് ശേഷം ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ട് സഹിക്കാതെ ബോംബെയിലേക്ക് വണ്ടി കയറുകയായിരുന്നു. ഒരു ഗുജറാത്തിയുടെ സഹായത്തോടെ അങ്ങനെ പല കമ്പനികളിൽ ജോലി ചെയ്തു. ഒടുവിൽ HBJ പൈപ്പ് ലൈൻ, ഹജിര ബീജാപ്പൂർ പൈപ്പ് ലൈൻ്റെ ഒരു ഫാബ്രിക്കേഷൻ ഫിറ്ററായിട്ട് 1987 ജൂലൈ 6-ാം തീയതി ജോലി ചെയ്തിരിക്കെ ഒരു വാൽവ് വന്ന് പ്ലാറ്റ്ഫോമിൽ വീണ് ഞാൻ ഉൾപ്പെടെ കുറച്ച് എഞ്ചിനീയർ ഉൾപ്പെടെ ഞങ്ങളൊരു 10-20 പേർ തെറിച്ച് പ്ലാറ്റ്ഫോമിൽ താഴെ വീണു. എൻ്റെ നട്ടലിയത്തും പൈപ്പിൽ അടിച്ചു. 48 ഇഞ്ച് വ്യാസമുള്ള പൈപ്പാണ് പഠിച്ചത്. 32 mm തിക്നെസ് ആയിരുന്നു. നട്ടല് അടിച്ച് വീണതിന് ശേഷം ഒരു ഷോക്ക് അടിക്കുന്ന പോലെ തോന്നി. നെഞ്ചിന് താഴോട്ട് പാരലൈസ്, അതായത് മരവിച്ചു. സ്പർശനശേഷം ഒന്നും അറിയില്ല. അങ്ങനെയാണ് അപകടം സംഭവിക്കുന്നത്. തുടർന്ന് ഇൻഡോറിലും വെല്ലൂരിലും 8 വർഷത്തോളം ദീർഘമായ ചികിത്സ ചെയ്തതുകൊണ്ട് ഇങ്ങനെയെങ്കിലും ഒന്ന് ഇരിക്കുവാൻ സാധിച്ചത്. എല്ലാം റെഡിയായിട്ടുണ്ട്. 25 വർഷമായി അരയ്ക്ക് കീഴ്പോട്ട് തളർന്ന് പരസഹായമില്ലാതെ ഒന്ന് ചലിക്കുവാൻ പോലും കഴിയാത്ത ബാബുവിൻ്റെ ജീവിതം സന്തോഷപൂർണമാണ്. എല്ലാ ദിവസവും സഹോദരി അമ്പി വന്ന് ആഹാരം വച്ചുകൊടുക്കും. പരസഹായമില്ലാതെ ബാബുവിനെ ആഹാരം കഴിക്കുവാൻ പറ്റില്ല. ബാബുവിൻ്റെ സുഹൃത്തും സഹായിയും ഓട്ടോറിക്ഷ ഡ്രൈവറുമായ സേവ്യർ എത്തിച്ചേരും ബാബുവിനെ STD ബൂത്തിലേക്ക് കൊണ്ടുപോകുവാൻ. പ്രതിഫലേച്ഛയില്ലാതെയാണ് സേവ്യർ ബാബുവിനെ സഹായിക്കുന്നത്. ജയറാം, വിശേഷം? സുഖാണ്? സ്കൂളിലൊക്കെ പോയാ? ദുരവസ്ഥയെന്ന് നമുക്ക് തോന്നുമെങ്കിലും ബാബു സന്തോഷവാനാണ്. കാരണം ബാബു ഒരു വലിയ സാധുജന സംഘടനയുടെ ഉപജ്ഞാതാവും സെക്രട്ടറിയുമാണ്. സിദ്ധ, സ്പൈൻ ഇൻജുവേർഡ് ഡിപ്പെൻഡന്റ് ഡിസേബിൾഡ് അസോസിയേഷൻ, സിദ്ധ എന്ന പരസ്പര സഹായ സംഘടന. എൻ്റെ പേര് സേവ്യർ എന്നാണ്. ഞാൻ 10-12 വർഷമായിട്ട് ഓട്ടോ ഓടിക്കുന്ന ഒരു ഓട്ടോ തൊഴിലാളിയാണ്. ഇത് തന്നെയാണ് എൻ്റെ ഉപജീവന മാർഗം. പിന്നെ ഞാൻ ഇതുപോലെ വയ്യാത്ത
ഒരുപാട് പേർക്ക് വേണ്ടി ഞാൻ സഹായങ്ങൾ ചെയ്യുന്നു. അവരുടെ ആവശ്യങ്ങളിൽ എന്നെ വിളിക്കുകയാണെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായാലും അല്ലെങ്കിൽ അവരുടെ മറ്റുള്ള എന്ത് ആവശ്യത്തിന് വിളിച്ചാലും ഞാൻ പോകാറുണ്ട്, അവരെ സഹായിക്കാറുണ്ട്. ഇവർ താങ്ങി വീട്ടിൽ നിന്നൊക്കെ എടുത്ത് ഓട്ടോയിൽ കയറ്റി അവർ പറയുന്ന സ്ഥലങ്ങളിൽ കൊണ്ടുപോകാറുണ്ട്. പിന്നെ അവരാവശ്യപ്പെടുന്ന എല്ലാ ഹെൽപ്പും ഞാൻ ചെയ്യാറുണ്ട്. ഇത് ഞാൻ പൈസ ആയല്ല ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്, അവരുടെ ഒരു സഹായം. ഈ സഹായം ചെയ്യുന്നതിലൂടെ എനിക്ക് വളരെയധികം സംതൃപ്തി ഉണ്ട്. ദൈവസഹായം ഒന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് അവരെ സഹായിക്കാൻ സാധിക്കുന്നത്. എനിക്ക് ദൈവം അതിനുള്ള ആരോഗ്യം തരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്നത്. വാസ്തവത്തിൽ ഞങ്ങൾ ഒന്നുമല്ല, സ്പൈൻ ഇഞ്ചുവേർഡ് ഡിപ്പെൻഡബിൾ ഡിസാബിൾഡ് അസോസിയേഷൻ എന്ന് പറയുന്ന സിദ്ധ എന്ന സംഘടന ഒന്നുമല്ല. കാര്യം ഇതിന് ചുക്കാൻ പിടിക്കുന്നത് സാധുക്കളായ കുറച്ച് ഓട്ടോറിക്ഷ തൊഴിലാളികൾ, ഓട്ടോ ടാക്സി, ഈ ടാക്സി ഡ്രൈവർമാർ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ബൈസ്റ്റാൻഡർ, അതായത് നമ്മുടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ ചെയ്യുന്നതിന് തുല്യമായ പ്രവൃത്തി ചെയ്തുകൊണ്ടാണ് ഇവർ ഞങ്ങളെ കൊണ്ടുപോകുന്നത്. ഇതിന് ദൈവം കുറച്ച് പേര് ഒരുക്കി വെച്ചിരിക്കുകയാണ് ഞങ്ങൾക്ക് വേണ്ടി. ഈ ഭൂമിയിൽ എവിടെ ചെന്നാലും ഒരു ഓട്ടോ ഡ്രൈവറോ ഒരു ടാക്സി ഡ്രൈവറോ ഞങ്ങളെ സഹായിക്കുന്നു. ഇത് ഞങ്ങൾക്കൊരു അത്ഭുതമാണ്. അവരാണ് വാസ്തവത്തിൽ ഇതിലെ ഹീറോ, ഞങ്ങളൊന്നുമല്ല. സിദ്ധയുടെ കമ്മിറ്റി കൂടുവാൻ എല്ലാ മാസവും സിദ്ധയുടെ ഭാരവാഹികൾ എത്തിച്ചേരുന്ന രംഗമാണിത്. ഞാൻ ഒന്നുമല്ല, എന്നേക്കാളും കഷ്ടത അനുഭവിക്കുന്നവർ ഈ ലോകത്തിലുണ്ട്. അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു സഹായം, അതെങ്ങനെ സഹായിക്കണമെന്ന് വെച്ചാൽ അവർക്ക് ഈ സമൂഹത്തിൽ നിന്ന് കിട്ടാവുന്ന രീതിയിലുള്ള ചികിത്സാ സഹായം, തൊഴിൽ സഹായവും, അവർക്ക് ഒരു ഗ്രൂപ്പ് രൂപീകരിച്ച് അവർക്ക് ആ കുടുംബത്തിന് ഒരു ആശ്രയം ഉണ്ടാക്കുക, ആശ്രിതരെ ഉൾപ്പെടുത്തി ഒരു തൊഴിലൊക്കെ ചെയ്ത് സംരംഭിക്കുക. അങ്ങനെ മനസ്സിലിങ്ങനെ ചിന്തിക്കുമ്പോഴാണ് വണ്ടാനം മെഡിക്കൽ കോളേജ് ഒരു തൊഴിൽ പരിശീലന പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നത്. അവിടെ വെച്ച് ഷീബാനിൽ കുമാറിനെയും കുഞ്ഞുമോൾ മുതലായ പലരെയും കണ്ടുമുട്ടാനിടയായി. ഞങ്ങളെല്ലാം കൂടി ആശയം പരസ്പരം ഈ കാര്യങ്ങൾ സംസാരിക്കുക, ഷെയർ ചെയ്തു. അങ്ങനെ ഒരു ആശയമാണ് ഈ സിദ്ധ എന്ന സംഘടന രൂപീകരിക്കാൻ സാധിച്ചത്. സിദ്ധ എന്ന സംഘടന, അതായത് സ്പൈൻ ഇഞ്ചുവേർഡ് ഡിപ്പെൻഡഡ് ഡിസാബിൾഡ് അസോസിയേഷൻ, സിദ്ധ. പക്ഷേ ഇതെങ്ങനെ പ്രവർത്തിക്കുമെന്ന്, ഇതിൻ്റെ ചുവടുവെപ്പ്, ഇതിൻ്റെ സാമ്പത്തികം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഞങ്ങൾ വളരെ ആഴമായി ചിന്തിച്ചു. അപ്പോൾ നമുക്കൊന്ന് ശ്രമിക്കാം, നമുക്ക് ഒരുമിച്ച് ശ്രമിക്കാം. എല്ലാവരുടെയും ഒരേ മനസ്സായിരുന്നു, ദൈവം നമ്മളോടൊപ്പം ഉണ്ടാകും, സമൂഹം നമ്മളെ സഹായിക്കും എന്നൊരു പ്രതീക്ഷ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് സംഭവിക്കുക തന്നെ ചെയ്തു. രജിസ്റ്റർ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടി. ഞങ്ങൾ രജിസ്ട്രേഷൻ നടത്തിയപ്പോൾ രജിസ്ട്രാർ പോലും ചോദിച്ചു, ഇതിലൊരു വരുമാന സംഭവം കാണുന്നില്ല, നിങ്ങളിലുള്ളവരാരും ഇതിൽ മാസവരി കൊടുക്കുന്നില്ല, ആഴ്ചവരിയില്ല, വാർഷിക വരി ഒന്നുമില്ല, പിന്നെ എങ്ങനെ നിങ്ങളിതിൻ്റെ ഫണ്ട് കണ്ടെത്തുമെന്ന് ഞങ്ങളവിടെ പറഞ്ഞത്, ദൈവം ഞങ്ങളോടൊപ്പം കാണും, ദൈവം ഞങ്ങളെ സഹായിക്കും, ആ ഒരു പ്രതീക്ഷ മാത്രമാണ്. ഞാൻ ഷീബ. 2006 ഓഗസ്റ്റ് 14 ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കേരള കൗമുദിയുടെ സായാഹ്ന പത്രമായ ഫ്ലാഷ് പത്രവിതരണത്തിനിടയിൽ ട്രെയിനിൽ നിന്ന് തട്ടി വീണു, പ്ലാറ്റ്ഫോമിനിടയിൽ വീണ് 2 കാലുകളും നഷ്ടപ്പെട്ട ഒരാളാണ്. എൻ്റെ ഹസ്ബൻഡ് ഹോട്ടലിൽ വർക്ക് ചെയ്യുന്നു. കുട്ടികൾ ഇപ്പോൾ BSc നേഴ്സിങ്ങിന് മോള് പഠിക്കുന്നു, മോൻ +1 പഠിക്കുന്നു. സാധാരണ കുടുംബം സന്തോഷകരമായി മുന്നോട്ട് പോകുന്നു. സിദ്ധ എന്ന സംഘടനയുടെ പ്രത്യേകത, ഇതിൻ്റെ ഭാരവാഹികളും പ്രവർത്തകരും ജന്മനാലോ അപകടത്തിലോ ശരീരത്തിൻ്റെ പല ഭാഗങ്ങൾ തളർന്നു പോയവരും പരസഹായത്താൽ സഞ്ചരിക്കുന്നവരുമാണ്. ആലപ്പുഴ തുമ്പോളിക്കടുത്തുള്ള ബാബുവിൻ്റെ വീടാണ് സിദ്ധയുടെ ഓഫീസ്. സിദ്ധ സ്പൈൻ ഇഞ്ചുവേർഡ് ഡിപ്പെൻഡഡ് ഡിസേബിൾഡ് അസോസിയേഷൻ്റെ ഭാരവാഹികളെ നമുക്കൊന്ന് പരിചയപ്പെടാം. എൻ്റെ പേര് ബിജു ജോസഫ്. ഞാൻ സ്വതന്ത്രമായി നടന്നിരുന്ന ഒരു വ്യക്തിയാണ്. 22 വർഷം മുമ്പ് വാട്ടർ ടാങ്കിൻ്റെ മുകളിൽ ക്ലോറിനേഷന് വേണ്ടി കയറിയപ്പോൾ അവിടെ നിന്ന് തെന്നി താഴേക്ക് വീഴുകയും അതിൻ്റെ ഫലമായി നട്ടലിന് കഴുത്തിന് പുറകിൽ പരിക്ക് പറ്റി സുഷുമ്നാ നാഡിക്ക് പൊട്ടൽ പറ്റുകയും ചെയ്തു. അതിൻ്റെ ഫലമായി കഴുത്തോട്ട് കീഴ്പോട്ട്
ശരീരഭാഗം മുഴുവൻ തളർന്നു പോവുകയും ഇപ്പോൾ തളർച്ചയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന കിടക്കയിലായിരുന്ന ഞാനിപ്പോൾ ഇവിടം വരെ ഇത്രയും കാലത്തെ പലവിധ ചികിത്സകളുടെ ഫലമായി എത്തിയിരിക്കുന്നു. ഇപ്പോൾ കാഴ്ചശക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വാർദ്ധക്യത്തിലെത്തിയ പിതാവിൻ്റെയും മാതാവിൻ്റെയും സംരക്ഷണയിൽ ഞാനിങ്ങനെ മുന്നോട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. കിടക്കയിലും വീടിൻ്റെ പൊട്ടിയ ചുമരുകളുടെ ഉള്ളിൽ കഴിഞ്ഞിരുന്ന എന്നെ സിദ്ധ എന്ന സംഘടനയുടെ ഫലമായാണ് ഞാനിപ്പോൾ ഈ പുറം ലോകത്തേക്ക് കടന്നു വരുന്നതും മറ്റുള്ള ജനങ്ങളെ എൻ്റെ മുന്നിലേക്ക് എത്താൻ സാധിക്കുന്നതും. എൻ്റെ പേര് കബീർ. 2.5 വയസ്സുള്ളപ്പോൾ പോളിയോ വന്ന് 2 കാലുകളും തളർന്നതാണ്. ഞാനും 3 സഹോദരിമാരും ഭാര്യയും ഒരു കുഞ്ഞും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. ഇപ്പോൾ ഞാനൊരു സ്റ്റഡി ബൂത്ത് നടത്തിയാണ് ജീവിതമാർഗം കണ്ടെത്തുന്നത്. എൻ്റെ പേര് ജാസ്മിൻ എന്നാണ്. വണ്ടാനത്താണ് ഞാൻ താമസിക്കുന്നത്. 1.5 വയസ്സിൽ പോളിയോ ബാധിച്ച് 2 കാലം തളർച്ചയിലാണ്. സിദ്ധയുടെ പ്രവർത്തനങ്ങളിൽ ഞാൻ സജീവമായി പങ്കെടുക്കാറുണ്ട്. അത് എനിക്ക് വലിയ ആത്മവിശ്വാസം തരുന്നു. മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ പങ്കുചേർന്നപ്പോൾ എൻ്റെ ദുഃഖം വളരെ നിസ്സാരമായിട്ട് എനിക്ക് തോന്നുന്നു. എൻ്റെ പേര് ജയ. എൻ്റെ മകൻ്റെ പേര് മുരുകേഷ്. ഞങ്ങൾ വണ്ടാനം മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് താമസിക്കുന്നു. ഭർത്താവും മക്കളും 2 പേരും കൂടെ ഉണ്ടെങ്കിൽ അവരാരും ഞങ്ങളെ നോക്കുന്നില്ല. അവരെല്ലാം ഞങ്ങൾ ഒറ്റപ്പെടുത്തി. ഉറ്റവരും ഉടയരും പോയെങ്കിലും ദൈവത്തിൻ്റെ കൃപയാൽ ശക്തിപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് ദൈവം ഒരുപാട് അനുഗ്രഹങ്ങൾ തരുന്നു. മോൻ ജന്മന വൈകല്യമുള്ള മോനാണ്. 90% കിടപ്പാണ്. എങ്കിലും ചികിത്സ വർഷങ്ങളായിട്ട് മുടങ്ങിപ്പോയി. അത് ചികിത്സ കിട്ടണം. എൻ്റെ പേര് സിന്ധു. എൻ്റെ വീട് ആലപ്പുഴയാണ്. ഞാൻ 4ാമത്തെ വയസ്സിൽ പനി വന്നതോടുകൂടിയാണ് എനിക്ക് ഇങ്ങനൊരു തളർച്ച ബാധിച്ച് കട്ടിലിൽ തന്നെ കിടക്കുന്നൊരവസ്ഥയായിരുന്നു. അതിൽ നിന്ന് ചികിത്സയുടെ ഭാഗമായി ഞാൻ കയ്യിൽ കുത്തി നടക്കുന്നൊരവസ്ഥയിലേക്ക് വരികയും 18 വയസ്സ് മുതൽ ചെയ്യാവുന്ന തൊഴിലുകൾ ചെയ്ത് ഞാൻ മുന്നോട്ട് വരികയും ചെയ്തു. ആ സമയത്ത് ഞാൻ ആദ്യം അച്ഛൻ ചെയ്ത തൊഴിൽ കണ്ട് വളർന്നതായതുകൊണ്ട് ഞാൻ വലകെട്ടാണ് ചെയ്തിരുന്നത്. അതിനുശേഷം പിന്നീട് ഞാൻ കൂടൊട്ടിക്കുകയും പിന്നെ ഞാൻ വീടി തെറുക്കുകയും അങ്ങനെ ഞാൻ ചെയ്ത് അവസാനം ഞാൻ മെഴുകുതിരി നിർമ്മാണത്തിലേക്കും വന്നു. ഇപ്പം ഞാൻ വീണ്ടും കൂടൊട്ടിക്കലേക്ക് പോയിരിക്കുകയാണ്. അങ്ങനെ ഞാൻ സിദ്ധയിലേക്ക് വരുന്നത്. സിദ്ധയിൽ വന്ന് ഞാൻ അതിലൊരു ഭാഗമായി 1 വർഷമായാലും ഞാൻ വന്നിട്ട് അതിലൊരു ഭാഗമായാണ് ഇപ്പം ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ അച്ഛൻ തളർന്ന് കടലിൽ കിടക്കുന്നൊരവസ്ഥയാണ്. എങ്കിലും എനിക്ക് എൻ്റെ ഈ അവസ്ഥകളിൽ ഒരു ഇതും എനിക്ക് മനസ്സിനെ ബാധിച്ച് ഞാൻ തളർന്നു പോയിട്ടില്ല. എന്ത് തൊഴിലും ചെയ്ത് ജീവിക്കാം എന്നൊരു തൻ്റെ ഇടം എനിക്ക് ഇപ്പോഴും കൊണ്ട് ഞാൻ ജീവിക്കുകയും ചെയ്യും. എൻ്റെ പേര് കുഞ്ഞുമോൾ. ഞാൻ പുറത്തോട്ട് ഇറങ്ങാറില്ലായിരുന്നു. സിദ്ധ എന്ന സംഘടനയിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. എല്ലാ വീടുകളിലും വയ്യ കിടക്കുന്നവരെ പോയി കാണുകയും ശുശ്രൂഷിക്കുകയും ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. എൻ്റെ പേര് വിനോദ്. ഞാൻ ചേർത്തല ആഞ്ഞിരിപ്പാലം പുറമ്പോക്ക് നിവാസിയാണ്. എനിക്ക് 2 പെൺമക്കളും ഒരു ഭാര്യ അടങ്ങിയ ഒരു കുടുംബമായിരുന്നു. ഞാൻ കൂലിപ്പണിയും പണിക്കാൻ പോയിക്കൊണ്ടിരുന്നു. തടിവെട്ടാണ് മെയിനായിട്ടുള്ള ജോലി. എൻ്റെ ഒരു സഹായിക്കാനായിട്ട് പോയപ്പോൾ ഒരു കമ്പടിച്ചുകൊണ്ട് അരക്കിപ്പോട്ട് തളർന്നു പോയി. 11 വർഷമായി. അതിന് ശേഷം എൻ്റെ ഭാര്യ എന്നെ ഇട്ടിട്ട് ഉപേക്ഷിച്ചിട്ട് പോയി. ഞാൻ വീട്ടിൽ കിടപ്പ് തന്നെയായിരുന്നു. എന്നെ നോക്കണ 2-3 കൂട്ടുകാരാണ്. പിന്നെ ഞാൻ സിദ്ധയായിട്ട് പരിചയപ്പെട്ട് സിദ്ധയെന്ന് CK സാർ എന്ന് പറഞ്ഞ സാറിൻ്റെ കെയർ ഓഫിൽ എനിക്കൊരു പേര വെച്ച് തന്നു. പിന്നെ എൻ്റെ മക്കൾ ഒരാൾ അനാഥാലയത്തിലാണ്, ഒരാൾ എൻ്റെ കൂടെയുണ്ട്. എൻ്റെ പേര് ലൈലാമ്മ ജോർജ് എന്നാണ്. എനിക്ക് 2.5 വയസ്സ് പോളിയോ വന്നതാണ്. പിന്നെ ഞാൻ ചെറിയ തൊഴിലൊക്കെ ഉണ്ട്. എനിക്ക് തയ്ക്കുകയൊക്കെ ചെയ്യും. പിന്നെ അമ്മയും ഞാനും ആങ്ങളെയും നാത്തൂരും 2 പിള്ളേരും. കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരെ കൊഴിഞ്ഞു വീണ രാഗം കടലിനക്കരെ ഓർമ്മകളെ നിന്നെ ഓർത്തു കരയുന്നു ഞാൻ. നിന്റെ ഓർമ്മകളിൽ വീണുടഞ്ഞു പിടയുന്നു ഞാൻ. കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരെ കൊഴിഞ്ഞു വീണ രാഗം കടലിനക്കരെ ഓർമ്മകളെ നിന്നെ ഓർത്തു കരയുന്നു ഞാൻ. നിന്റെ ഓർമ്മകളിൽ വീണുടഞ്ഞു പിടയുന്നു ഞാൻ. ദേവദാരു പൂത്ത കാലം നീ മറന്നുവോ? പ്രിയതമ്പുരുവിൽ തങ്ങി നിന്ന ഗാനമല്ലയോ? ദേവദാരു പൂത്ത കാലം നീ മറന്നുവോ? പ്രിയതമ്പുരുവിൽ തങ്ങി നിന്ന ഗാനമല്ലയോ? കരളിനു
സ്വപ്നമേ കരയരുതേ എന്നെ ഓർത്തു തേങ്ങരുതേ നീ കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരെ കൊഴിഞ്ഞു വീണ രാഗം കടലിനക്കരെ ഓർമ്മകളെ നിന്നെ ഓർത്തു കരയുന്നു ഞാൻ നിന്റെ ഓർമ്മകളിൽ വീണുടഞ്ഞു പിടയുന്നു ഞാൻ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. മക്കൾ എപ്പോഴെത്തി? ഇപ്പോൾ ഒന്നേ ഉള്ളല്ലോ. ഇന്നെന്താ പഠിക്കണ്ടേ? ഇന്ന് നമുക്ക് ഹിന്ദി പഠിക്കാം. ഓക്കെ, ടാറ്റ. നമുക്ക് വൈകുന്നേരം കാണാം കേട്ടോ. സപ്നെ ബേ സച്ച് നഹി ഹോത്തെ. വടക്കേ ഇന്ത്യയിൽ ജോലി ചെയ്തിരുന്ന ബാബുവിനെ 6 ഭാഷകൾ അറിയാം. 15 വർഷമായി തൻ്റെ അയൽവാസികളായ കുഞ്ഞുങ്ങൾക്ക് കിടക്കയിൽ കിടന്നുകൊണ്ട് അറിവ് പകർന്നു കൊടുക്കുവാൻ വൈകുന്നേരങ്ങളിൽ സൗജന്യ ട്യൂഷൻ എടുത്തു കൊടുത്ത് നിരവധി കുഞ്ഞുങ്ങൾക്ക് ബാബു അനുഗ്രഹമായി മാറുന്നു. പിന്നെ നമ്മുടെ രാജ്യസുരക്ഷത്തിലുള്ള ആയുധങ്ങൾ കണ്ടുപിടിച്ച വ്യക്തി, ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടുള്ള അബ്ദുൽ കലാം. അതുവഴി ധാരാളം ശിഷ്യസമ്പത്ത് ബാബുവിനുണ്ട്. സിദ്ധ എന്ന സംഘടനയെ സഹായിക്കുന്നതിൽ ഈ ശിഷ്യന്മാർക്കുള്ള പങ്ക് വളരെ വലുതാണ്. അത് സത്യമാണ്. ഒരു സ്വപ്നം കണ്ടാൽ അത് സത്യമാകാറുണ്ട്. ആലപ്പുഴ സെയിൻറ് ജോസഫ് വിമൻസ് കോളേജിലെ റിട്ടയേർഡ് പ്രിൻസിപ്പൽ സിസ്റ്റർ ജാനറ്റും സഹപ്രവർത്തക സിസ്റ്റർ ഗ്രേസും ബാബുവിനെയും സിദ്ധയുടെ പ്രവർത്തകരെയും കാണുവാൻ ഇടയ്ക്കിടെ വരികയും അവർക്ക് ആത്മധൈര്യവും പ്രോത്സാഹനവും സഹായങ്ങളും കൊടുക്കുകയും ചെയ്യുന്നു. ഞാൻ ഓഫീസിൽ ടേബിളിൽ ഇരിക്കുമ്പം ഒരു കത്ത് കണ്ടു, സിദ്ധ ബാബു എന്ന്. അപ്പോൾ ഞാൻ ഓർത്ത് ഇത് ആരാണ്, താഴെ ഇറങ്ങി വരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, തിരക്കാണെങ്കിലും താഴെ തന്നെ വന്ന് കാണണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഓർത്ത് താഴെ ഇറങ്ങി കണ്ടേക്കാം, തിരക്കാണ്, മുകളിൽ ആളുകളുണ്ട്, ഓഫീസിൽ കയറാൻ എന്തെങ്കിലും അസൗകര്യം കാണുമെന്നോർത്ത് ഞാൻ താഴെ ചെന്നു. അപ്പോൾ എന്നെ അതിശയിപ്പിച്ചുകൊണ്ട് വന്നവരെല്ലാം വീൽ ചെയറിലായിരുന്നു വന്നിരുന്നത്. ബാബു, ഷീബ, ഇവരൊക്കെ, ഇവരുടെ കൂടെ കുറച്ച് പേരുകൂടി ഉണ്ടായിരുന്നു, ജോസഫ് ഏട്ടൻ, ഇവരെല്ലാവരും വന്നു. ഇവരുടെ കാര്യങ്ങൾ അവതരിച്ചപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. 2 കാലുകളില്ലാത്തവരുണ്ട്, നടക്കാൻ പാടില്ലാത്തവരുണ്ട്, ഇവരെല്ലാം എന്നാലും മറ്റുള്ളവരുടെ കാര്യത്തിൽ താല്പര്യം കാണിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലും വേണ്ടി ചെയ്യണം എന്നുള്ള ആ താല്പര്യത്തിൽ ഇവിടെ ഒന്നിച്ചുകൂടുകയും നമുക്ക് കോളേജിൽ വെച്ചൊരു ക്രിസ്മസ് സെലിബ്രേഷൻ കോളേജിൽ നടത്താം എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കാനാണ് വന്നിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി ഇവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിഞ്ഞപ്പോൾ. പുസ്തകമില്ലാത്ത, ബുക്കില്ലാത്ത, നോട്ട്ബുക്കില്ലാത്ത കുട്ടികൾക്ക് അത് വാങ്ങിച്ചു കൊടുക്കുക, ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങായി തണലായി വിശേഷങ്ങൾ പറഞ്ഞും സപ്പോർട്ട് ചെയ്തും ജീവിക്കുക, സ്വന്തം കാര്യം മറന്നുകൊണ്ടും മറ്റുള്ളവരെ സഹായിക്കുന്ന വലിയ കൂട്ടായ്മ ഒരുപാട് സന്തോഷവും ശക്തിയും പകരുന്നതാണ്. ഞങ്ങളെപ്പോലെയുള്ള 2 കാലും 2 കൈയും ഒക്കെ ഉള്ളവർക്ക് ചെയ്യാവുന്നതിനേക്കാൾ ഏറെ കാര്യങ്ങൾ തങ്ങളുടെ വേദനയിലൂടെ, വേദനയ്ക്കിടയിലും മറന്ന് മറ്റുള്ളവരെ സ്നേഹിച്ച് ചെയ്യുന്ന ഇവരുടെ നന്മ പ്രവൃത്തികൾ എന്നും ഞങ്ങൾക്കൊക്കെ പ്രചോദനകരമാണെന്നുള്ളത് ഒത്തിരി സന്തോഷത്തോടെയും ഓർക്കുകയാണ്. ബാബുവും സിദ്ധയും ഷീബയുമായിട്ടൊക്കെ ഇടപെടാൻ സാധിച്ചത് എൻ്റെ ജീവിതത്തിൻ്റെ തന്നെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. എനിക്കും ഈ അവസ്ഥയിലും മറ്റുള്ളവർക്ക് കർത്താവിൻ്റെ നാമത്തിൽ മരണാസന്നമായി നിവൃത്തിയില്ലാതെ ഭക്ഷണത്തിനും മരുന്നില്ലാതെ കിടക്കയിൽ കഴിയുന്നവരെ അവർക്കൊരു പ്രതീക്ഷ കൊടുത്തുകൊണ്ട് സഹായിക്കുക, ആ ഒരു ദൈവഹിതമാണെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. കാരണം എന്നേക്കാളും കഴിവുകെട്ടവരെയും കഷ്ടപ്പെടുന്നവരെയും വീടില്ലാത്തവരെയും ഭാര്യമാർ ഉപേക്ഷിക്കപ്പെട്ടവരെയും മരുന്നിന് ബുദ്ധിമുട്ടുന്നവർ, അതായത് ഒരു കാത്തറ്റർ വാങ്ങാൻ നിവൃത്തിയില്ലാത്തവർ,
ഒരു യൂറിൻ ബാഗ് കിട്ടാത്തവർ, ഇങ്ങനെയുള്ളവർക്ക് ദൈവഹിതമാണ് എന്നിലൂടെ ഒരു സഹായം കിട്ടുക എന്ന ഒരു വിശ്വാസം എൻ്റെ ഹൃദയത്തിൽ എന്തോ ഒരു വെളിപാട് പോലെ ഉണ്ടായി. ബൂത്തിലൂടെ, അതായത് എൻ്റെ വിരൽത്തുമ്പിലൂടെ ഞാൻ ഒരു ബട്ടൺ, ഒരു ഡിജിറ്റൽ ഡയൽ ചെയ്താൽ ലോകം എൻ്റെ അടുത്തെത്തുകയാണ്. അമേരിക്കയിൽ, ലണ്ടനിൽ, ലോകം മുഴുവനും എനിക്ക് ബന്ധമായി. അപ്പോൾ കുറേ പരിചയങ്ങളും കേരളം മുഴുവനുള്ള പല വ്യക്തികളെയൊക്കെ പരിചയപ്പെടാനായി. അതും പ്രകാരം ഒരുപാട് സപ്പോർട്ട് ഈ സംഘടന കിട്ടി. ഇവർ പോകുന്നത് എങ്ങോട്ട്? അതായത് നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ സമൂഹം, നമ്മുടെ ലോകം ഓരോ ഫെസ്റ്റിവൽ, അതായത് വിശേഷ ദിവസങ്ങൾ, ഈസ്റ്റർ, ക്രിസ്മസ്, വിഷു, ഓണം, ബക്രീദ്, ഇതുപോലെ നല്ല ദിവസങ്ങളിലൊക്കെ നമ്മുടെ ഈ സമൂഹം വലിയ ആർഭാടമായി ജീവിക്കാറുണ്ട്, സന്തോഷിക്കാറുണ്ട്. പക്ഷേ കിടക്കയിൽ കഴിയുന്നവരുടെ കാര്യം ആ തിരക്കിനിടയിൽ അവർക്ക് ചിലപ്പോൾ ശ്രദ്ധയിൽപ്പെടില്ല. അതിനുശേഷം അതിനു മുമ്പോ അവരെന്തെങ്കിലും ജീവകാരുണ്യ പ്രവൃത്തി ചെയ്യുമായിരിക്കും. എങ്കിലും അന്നത്തെ ദിവസം ഒരു സന്തോഷം കൊടുക്കുക എന്നുള്ളത് എല്ലാവരും ജീവിതത്തിൽ അത് പാലിക്കണമെന്നില്ല. അത് ഞങ്ങൾക്ക് ശരിക്കും മനസ്സിലായി. ആയതിനാൽ ഓരോ വിശിഷ്ട, അതായത് ഈസ്റ്റർ എന്നൊരു ദിവസം വന്നാൽ അതിൻ്റെ തലേ ദിവസം തന്നെ ഞങ്ങൾ ആ വീട്ടിൽ ഈസ്റ്ററിന് ആഘോഷിക്കാനുള്ള അവരുടെ ഒരു സാമ്പത്തികം കൊടുക്കുകയും അതോടൊപ്പം തന്നെ പലവ്യഞ്ജനം ഉൾപ്പെടെ ഭക്ഷണ കിറ്റുകൾ കൊണ്ട് ഈ ഒരു ഈസ്റ്റർ കിറ്റ് ഞങ്ങൾ കൊടുക്കും. അതുകൂടാതെ അന്നത്തെ ദിവസം ആ വീട്ടിൽ ആവശ്യമായ എല്ലാ ചെലവുകളും സംഘടന അതിന് വേണ്ട സാമ്പത്തികം കൊടുക്കും. കൂടാതെ അവർക്കൊരു ചികിത്സാ ഉപകരണം, സഹായ ഉപകരണങ്ങൾ, യൂറിൻ ബാഗോ കാത്തറ്ററോ കോട്ടണോ ബിറ്റാഡിനോ എന്ത് മരുന്നോ അതും കൊടുക്കും. ഇങ്ങനെ ഓരോ വിശേഷ ദിവസവും ഞങ്ങൾ ഈ കുടുംബം കൂടി, നമ്മുടെ കൂടെ കട്ടിലിൽ കിടക്കുന്ന ഈ കുടുംബവും അവർക്കും ഒരു ഈസ്റ്റർ ഉണ്ട്, ഒരു ക്രിസ്മസ് ഉണ്ട്, ഒരു പുതുവർഷാഘോഷം ഉണ്ട് എന്ന് ഞങ്ങൾ സമൂഹത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു. അതിനുവേണ്ടി ഞങ്ങൾ പരിപൂർണ മനസ്സോടുകൂടി അതിന് ഇന്ന് വരെ ഈ സംഘടന പ്രവർത്തനം മുടക്കമില്ലാതെ ആ സഹായം കൊടുത്തുകൊണ്ടിരിക്കുക. ഡിസംബർ 24 ക്രിസ്മസിൻ്റെ തലേ ദിവസം സിദ്ധയുടെ പ്രവർത്തകർ യാത്രയാകുന്നു. വീടിനുള്ളിൽ മനസ്സും ശരീരവും തളർന്നു കിടക്കുന്നവരെ സന്ദർശിക്കുവാൻ, ആശംസകൾ നേരുവാൻ, അവർക്ക് ക്രിസ്മസ് സമ്മാനങ്ങൾ കൊടുക്കുവാനുമാണ് ഈ യാത്ര. ഇത് ആലപ്പുഴ കാട്ടൂർ വലിയ തയ്യിൽ ലൈജു ആന്റണി. 10 വർഷമായി മരത്തിൽ നിന്ന് വീണ് തളർന്ന് കട്ടിലിൽ കിടക്കുന്ന ലൈജു വീടിൻ്റെ ഏക ആശ്രയമായിരുന്നു. പ്രായമായ അപ്പനും അമ്മയും ഭാര്യയും 3 പെൺമക്കളും അടങ്ങുന്ന 7 അംഗ കുടുംബം നാട്ടുകാരുടെയും അയൽവാസികളുടെയും ദയയിൽ ആണ് കഴിയുന്നത്. ഇന്ന് കുളിക്കണ്ടേ? അമ്മ ഇന്ന് വെള്ളം ചൂടാക്കി. എന്തുണ്ട് വിശേഷം? വളരെ നാളുകളായി ഒന്ന് കാണാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളൊക്കെ എപ്പോഴും ഓർക്കും. എങ്ങനെയുണ്ട് ഇപ്പൊ ശരീരസ്ഥിതിയൊക്കെ? ബെഡ്സോറൊക്കെ ഉണ്ട്. അതിന്റെ മരുന്നൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ഇത് ക്രിസ്മസ് അല്ലേ? ഞങ്ങളൊരു സമ്മാനം. മക്കളിങ്ങോട്ട് വന്നേ. കുഞ്ഞെ, ഇതൊരു ക്രിസ്മസ് ഗിഫ്റ്റാണ് കേട്ടോ. സിദ്ധയുടെ ഒരു ഉപഹാരമാണ്. ഹാപ്പി ക്രിസ്മസ്. ഞങ്ങളെപ്പോലുള്ള കിടപ്പ് രോഗികളുടെ സംഘടനയാണ് സിദ്ധ. സിദ്ധയുടെ പ്രസിഡന്റ് ഷീബ ചേച്ചിയും സെക്രട്ടറി ബാബുചേട്ടനും ഞങ്ങളെപ്പോലുള്ള കിടപ്പ് രോഗികൾക്ക് നിരവധി സഹായങ്ങളും എല്ലാം വാരിക്കൊണ്ട് പുള്ളീനെ കൊണ്ട് നടക്കാൻ പോലും പറ്റാഞ്ഞിട്ട് പുള്ളി ആ വീൽ ചെയറായിരുന്നുണ്ട്. ഇതെല്ലാം കാര്യങ്ങളാണ് ചെയ്തു തരുന്നത്. എനിക്ക് വേണ്ടി തന്നെ ഒത്തിരി സഹായങ്ങൾ. എനിക്കൊരു 4.5 സെൻറ്റ് സ്ഥലം വീട്ടിൽ നിന്നൊരു വലിയൊരു കുളമാണ് അതിനകത്തുണ്ടായിരുന്നത്.
അതുവരെ ചന്ദ്രകുമാർ സാർ എന്ന് പറയുന്ന ഒരു അമ്പലപ്പുഴയുള്ള ഒരു സാറുമായിട്ട് ബന്ധപ്പെടുത്തി തരികയും പുള്ളി മുഖേന്തരം അത് കുളം നികത്തി എനിക്കൊരു വീട് വെക്കാനുള്ള അവസരം ഉണ്ടാക്കി തരികയും ഒക്കെ ചെയ്തു. അവരും ഞങ്ങളെപ്പോലെ തന്നെ വീൽചെയറിലും നടക്കുന്ന ആൾക്കാരാണ്. ഈ സ്പൈൻ ഇഞ്ചുവേർഡ് ഡിപ്പെൻഡബിൾ ഡിസാബിൾഡ് അസോസിയേഷൻ സിദ്ധ ഈ സംഘടന ഒരു പാരൻറ് സംഘടന കൂടിയാണ്. അതായത് ഒരു വ്യക്തി അപകടം വന്നാൽ ആദ്യമൊക്കെ ചുറ്റുപാട്ടിലുള്ളവരും അവിടെയുള്ള സാമൂഹിക പ്രസ്ഥാനങ്ങളും പള്ളിയും അമ്പലവും എല്ലാ ദൈവാലയങ്ങളൊക്കെ ഒരു കൈത്താങ് കൊടുക്കാറുണ്ട്. പിന്നെ ഓരോ ദിവസങ്ങളിലും ഇവരൊക്കെ അകന്നു പോകും. അവരുടെ ബന്ധുക്കൾ അയൽവാസികളെല്ലാം വീട്ടിലുള്ളവർ തന്നെ അകന്ന് നിരാശയിലേക്കാവും. പക്ഷെ ഞങ്ങൾ അവരുടെ ബന്ധുവായി ഈ സംഘടനയിലെ ഓരോ അംഗത്തിൻ്റെയും വീട്ടിൽ ബന്ധുവായി നിരന്തരം സമയമുള്ള പോലെ ചെല്ലിയും ഫോൺ വിളിച്ച് അവരുടെ ക്ഷേമാന്വേഷണം അറിയിക്കുകയും കോൺഫറൻസ് കോൾ, അതായത് കഴിവുള്ള പിന്നെ നിവൃത്തിയില്ലാത്തവരുടെ ഫോണിലേക്ക് 4-5 പേർ ചേർന്ന് സംസാരിക്കുന്ന ഒരു കോൺഫറൻസ് കോൾ നടത്തി അവരുടെ മനസ്സിന് ഞങ്ങൾ ബലം കൊടുക്കും. ഒരു സഹായം ഇവിടുന്ന് കിട്ടും അന്ന് ഞങ്ങൾ അവരോട് പറയും, നിങ്ങൾക്ക് സർക്കാർ ഇന്ന അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന കാര്യം ചെയ്ത് ഇന്ന കിട്ടും. അങ്ങനെ ഞങ്ങൾ അവരൊരു ബന്ധുവായിട്ട്, അതായത് ഇവരുടെ റിലേറ്റീവ് അവരുടെ പാരൻസാണ്, എല്ലാവരും ഉപേക്ഷിച്ച് പോയാലും ഞങ്ങൾ ഇവരൊരു പാരൻസായി നിൽക്കും. ഈ ഒരു പ്രവർത്തനം ഓരോ കുടുംബത്തിലെയും മാതാപിതാക്കൾക്കും ഭാര്യമാർക്കും ഭർത്താക്കന്മാർക്കും കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഒരു കോൺഫിഡൻസ്, ഒരു ആത്മവിശ്വാസം കിട്ടി. ആ ഒരു സന്തോഷം കാണുമ്പോൾ ഞങ്ങൾ സമ്പത്തിനേക്കാൾ ഉപരി അവരുടെ മനസ്സിൻ്റെ ആ സന്തോഷം. ഇത് ഷാജി ചാണിയിൽ. ആലപ്പുഴ കലവൂർ കോർത്തശ്ശേരിയിൽ താമസിക്കുന്ന ഷാജി 15 വർഷമായി തെങ്ങിൽ നിന്ന് വീണ് അരയ്ക്ക് താഴേക്ക് തളർന്നു കിടക്കുകയാണ്. ഒരുപാട് ദിവസമായി ഞങ്ങളൊക്കെ എപ്പോഴും ആഗ്രഹിക്കും വരണമെന്ന്. സാഹചര്യങ്ങളൊക്കെ ഷാജിക്ക് അറിയാലോ, എനിക്കാരുമില്ല, ശിവയ്ക്ക് പിള്ളേർ ബുദ്ധിമുട്ടൊക്കെയാണ്. പിന്നെ എങ്ങനെയൊക്കെ ഉണ്ട് കാര്യങ്ങളൊക്കെ പോകും. കാലില് നീരൊക്കെ കുറഞ്ഞു. ദൈവം അത്ഭുതം പ്രവർത്തിക്കും. മരുന്ന് ചെയ്യാതെ തന്നെ നീരൊക്കെ കുറയുന്നുണ്ട് അല്ലേ. അപ്പൊ ഞങ്ങളൊരു ക്രിസ്മസ് സമ്മാനം കണ്ട സിദ്ധയുടെ നാമത്തിൽ ഇതൊരു ക്രിസ്മസ് സമ്മാനം കേട്ടാ. ക്രിസ്മസ് ആഘോഷം ഇനിയും എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇതുപോലെ പ്രാർത്ഥിക്കും. ഇതുപോലെ ഞങ്ങളിലൂടെ ആരെങ്കിലുമൊക്കെ സഹായം ചെയ്യും. ഞങ്ങൾക്കൊരു കഴിവില്ല. അപ്പൊ ഈ ക്രിസ്മസ് എല്ലാം കൊണ്ടും ഒരു അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്മസ് ആയാണ്. പ്രാർത്ഥനയിലിരിക്കണം. പിന്നെ കൊച്ചിന്റെ കല്യാണമൊക്കെ സമയത്ത് നടക്കും. അതായത് ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനിയും ഞങ്ങൾ കടന്നു വരാം. ദൈവം തരുന്ന ഒരു സഹായമാണ് ഞങ്ങൾ കൊണ്ടുതരുന്നത്. ഞങ്ങളുടെ ഒരു കഴിവില്ല. ദൈവം പലരിലൂടെ പ്രവർത്തിക്കുന്നു, പലരെ ദൂതന്മാരെ അയക്കുന്നത്. ഞങ്ങളെ ഒരു ദൂതനായിട്ട് അയച്ച് കൊണ്ടുതരണം. അപ്പോൾ ഷാജി പ്രാർത്ഥിക്കണം. ഈ ദയനീയാവസ്ഥയിലും സന്തോഷവാനാണ് ഷാജി എന്നത് അത്ഭുതത്തോടെയേ നമുക്ക് ദർശിക്കുവാൻ സാധിക്കൂ. ഇപ്പോഴത്തെ അവസ്ഥ ഇപ്പോൾ സന്തോഷമുണ്ട്, സമാധാനം എല്ലാം ഉണ്ട്. അരക്ക് ഇഴുപ്പോട്ടേ ഉള്ളൂ, മേലോട്ട് നല്ല സ്ട്രോങ് ആണ്. സിസ്റ്റർ ജാനറ്റും സിസ്റ്റർ ഗ്രേസും ബാബുവിനെ മറന്നില്ല. അവർ ബാബുവിനെ തേടിയെത്തി ക്രിസ്മസ് ആശംസകളും സമ്മാനങ്ങളുമായി. എന്താണ് ബാബു ഈ കണക്കും കൂട്ടി നിൽക്കുന്നേ? എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്താ പരിപാടി? ഞങ്ങളിപ്പോൾ എല്ലാ വീടുകളും ഞങ്ങൾക്ക് മാക്സിമം ഒരു 19 വീടുകളിൽ നക്ഷത്രം ഒന്നും തൂക്കിയില്ലേ? നക്ഷത്രം നമ്മുടെ കൊടുക്ക്, നക്ഷത്രം കൊടുക്ക്. അതൊന്നും മതി, നക്ഷത്രം തൂക്കണം. സിസ്റ്റർ അതുകൊണ്ട് ഞാൻ ഇടും. ഞങ്ങള് ഇന്ന് കുറച്ച് പേർക്ക് കൊണ്ട് നക്ഷത്രവും കേക്കും ക്രിസ്മസ് കിറ്റൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന കണ്ടോ? ബാബുവിന് ഇഷ്ടമുള്ള സാധനം ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ എന്തുണ്ട് വിശേഷം? പറ, വിശേഷങ്ങളൊക്കെ പറ. ദൈവം അത്ഭുതകരമായിട്ട് നടത്തുന്ന സിസ്റ്ററെ ഓരോരോ പ്രശ്നങ്ങളാണ്. എന്നെക്കാളും കഷ്ടപ്പെടുന്ന അനേകരുടെ ആവശ്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ദൈനംദിന ഇങ്ങനെ അപേക്ഷകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും വീൽചെയർ കിട്ടാത്തവർ, ബെഡ് കിട്ടാത്തവർ, വാട്ടർ ബെഡില്ല, എയർ ബെഡില്ല, തിങ്സ് ഒന്നുമില്ല. ഈ പാലിയേറ്റീവ് കെയറും സർക്കാർ സംവിധാനങ്ങളും ഉണ്ടെങ്കിലും എല്ലാവരിലും എത്തത്തില്ല സിസ്റ്റർ. അവിടെയാണ് ഞങ്ങളുടെ സാന്നിധ്യം. ബാബു, ഹാപ്പി ക്രിസ്മസ് സിസ്റ്റർ. ഹാപ്പി ക്രിസ്മസ്. ഉണ്ണീശോ ഇവിടെ ഉണ്ട്. തീർച്ചയായിട്ടും അതിന്റെ ഒരു സാന്നിധ്യം സിസ്റ്റർ. ഒറ്റയ്ക്ക് ദൈവം എന്നെ നടത്തും. അതല്ലേ ഈ സമാധാനം, അതാണ് നമുക്ക് ഈ ഉള്ളിൽ തോന്നുന്ന സമാധാനം, അതല്ലേ ജീസസ്. അതെ, അല്ലാതെ എവിടുന്ന ഈ സമാധാനം ബാബുവിന് ഇത്രയും സന്തോഷവും? 31 വർഷമായില്ല സിസ്റ്റർ, ആരുമില്ല. എന്നിട്ട് ചിരിക്കാൻ പറ്റുന്നുണ്ടല്ലോ, അത് മതി. ശരിക്കും ദൈവം വസിക്കുന്നു.
ബാബു നക്ഷത്രം ഇടാനെല്ലാം മറന്നു. ഞങ്ങൾ തൂക്കട്ടെ. മറ്റുള്ളവരുടെ ആരെ തൂക്കുന്ന ഇത്? ആര് വരും ഇതൊക്കെ തൂക്കി? അടുത്തുള്ളവർ അയൽവാസി വന്ന് സഹായിക്കും. നല്ല നക്ഷത്രങ്ങളെല്ലാം തൂക്കി ഇന്ന് തൊട്ട് ഈ ലൈറ്റൊക്കെ കണ്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങുക കേട്ടോ. എല്ലാവരും ബാബുവിനും വേണ്ടിയും പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കോൺവെൻറ്റിലെ സിസ്റ്റേഴ്സിനെയും കോളേജിലെ പിള്ളേരെയും നമ്മുടെ ചെറുപ്പക്കാരെ എല്ലാം ഓർക്കണം എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ കേട്ടോ. പിന്നെ പിള്ളേർക്ക് വേണ്ടി സ്കൂളിലെയും കോളേജിലെയും കുട്ടികൾക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കണം ബാബു. അവർക്കൊക്കെ ഇപ്പോൾ ഒരുപാട് പ്രാർത്ഥന ആവശ്യമാണ്. ബാബു നമ്മുടെ പിള്ളേർ വരുമ്പോൾ ഇതൊക്കെ തൂക്കാൻ പറയണം. ഓക്കെ, ശരി, ഞങ്ങൾ പോട്ടെ. ഹാപ്പി ക്രിസ്മസ്. പിള്ളേരെ കൊണ്ട് ഇത് കെട്ടിക്കണം കേട്ടോ. ഓക്കെ, ശരി ബാബു. എൻ്റെ ഈ സിദ്ധയിലെ പ്രവർത്തനത്തോടെ എനിക്കൊരു സന്ദേശം കിട്ടിയതെന്ന് വെച്ചാൽ, നല്ല നിലയിൽ ജീവിച്ചിരുന്നെങ്കിൽ ഇന്ന് എനിക്കൊരു 1 ലക്ഷം രൂപ മാസം വരുമാനക്കാരനായി ഞാൻ ഈ ലോകത്തിൻ്റെ ഒരു നല്ല ഒരു കഴിവുള്ള വ്യക്തിയായി ഈ ലോകത്ത് മധ്യപ്രദേശിലോ ബോംബെയിലോ കേരളത്തിലോ എവിടെയെങ്കിലും കുടുംബമായിട്ട് നല്ല നിലയിൽ ജീവിക്കേണ്ടവനാണ്. പക്ഷേ കർത്താവ് തീരുമാനിച്ച, ദൈവം തീരുമാനിച്ച പദ്ധതി അതല്ല. പിതാവ് തീരുമാനിച്ചതാണ് ഈ ഇപ്പോഴത്തെ സംഭവം എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഞാൻ വേറൊരു ലോകത്തായിരുന്നെങ്കിൽ ഇത്രയും കഷ്ടത അനുഭവിക്കുന്നവരെ എനിക്ക് ഒരിക്കൽ പോലും കണ്ടുമുട്ടുവാനോ കാണുവാൻ ആഗ്രഹിക്കുവാനോ പറ്റുകയില്ല. കുടുംബജീവിതത്തിൻ്റെയും ഈ ഭൗതിക സുഖത്തിൻ്റെയും പിന്നാലെ പോകുന്ന എനിക്ക് ഒരിക്കൽ പോലും ഈ ഒരു ദൗത്യം ഏറ്റെടുക്കാൻ പറ്റത്തില്ല. തീർച്ചയായും എനിക്ക് വിശ്വാസം ഇത് കർത്താവിൻ്റെ പദ്ധതി തന്നെയാണ്. അല്ലെങ്കിൽ ദൈവം എന്നെ ഇങ്ങനെ ഉപയോഗിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ഒരു ദിവസം പോലും പ്രാർത്ഥിക്കാതെയും ഒരു സന്ദേശവും ദൂത് കിട്ടാത്ത ഒരു ദിവസങ്ങളില്ല. ദൈവം എന്നിലൂടെ പ്രവർത്തിക്കുന്നു, അത്രമാത്രം. ഒരു കഴിവില്ലാത്ത എന്നിലൂടെ പ്രവർത്തിച്ച് എന്നിലൂടെ, അതായത് ഞാനൊരു മീഡിയേറ്ററാണെന്ന് മാത്രമേ ഉള്ളൂ, മറ്റുള്ളവർക്ക് സഹായമാകുന്ന ഒരു ഇടനിലക്കാരൻ, അത്രമാത്രമേ ഉള്ളൂ. ആ പ്രദേശത്തെ ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്തു വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്നു. 12 മണി കഴിയുമ്പോൾ ക്രിസ്മസ് ആഘോഷങ്ങളായി നാടെങ്ങും. ബാബു ഏകനായി സിസ്റ്റർ ജാനറ്റ് സമ്മാനമായി നൽകിയ നക്ഷത്ര വിളക്ക് തെളിയിച്ച് ബൈബിൾ വായനയിൽ മുഴുകിക്കിടന്നു. ഇതിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. കുട്ടികൾ കരോളുമായിട്ട് വന്നല്ലോ. തുറന്നു വാ മക്കളെ. Happy Christmas. ഹാപ്പി ക്രിസ്മസ്. എല്ലാവർക്കും ബാബുച്ചേട്ടന്റെ ക്രിസ്മസ് മംഗളാശംസകൾ. ബാബുച്ചേട്ടന് ഞങ്ങളുടെയും ക്രിസ്മസ് ആശംസകൾ. നന്ദി മക്കളെ, നന്ദി. ദൈവം എനിക്ക് ദാനമായി നൽകിയിരിക്കുന്ന സമയവും ആരോഗ്യവും സമ്പത്തും അധികാരവും പ്രതാപവും സൗഭാഗ്യങ്ങളുമെല്ലാം തനിച്ചാസ്വദിക്കുവാനുള്ളതല്ല, അതില്ലാത്തവർക്ക് കൂടി പങ്കുവയ്ക്കുവാനുള്ളതാണ്. മറക്കരുത്.